ഇത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് നമ്മുടെ തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്തായിട്ട് തന്നെ നെടുമങ്ങാട് സ്ഥലത്ത് തന്നെയാണ് വാളിക്കോട് എന്നറിയുന്ന സ്ഥലത്താണ് വാളിക്കോട്. അപ്പോൾ ഈ വാളിക്കോട് ഇവിടെ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. അതായത് ഷെയ്ഖ് മുഹമ്മദ് സാദിഖ് വലിയുല്ലാഹി കോട്ടുപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറാണ് ഇവിടെ സ്ഥിതി കൊള്ളുന്നത്. ആ സ്ഥലത്തേക്കാണ്, ആ ഖബറിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സ്ഥലമാണ്. നല്ല ഇതാണ് മഖബറ. ആ കാണുന്ന സ്ഥലമാണ് മഖബറ. ഈ കാണുന്ന ആൾക്കാരൊക്കെ നല്ല സിയാറത്തുകൾ ചെയ്യുകയാണ്, ദുആകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയാണ് ഇന്ന് ആൾക്കാരിന്ന് കൂടുതലുള്ള ദിവസമാണ്. അങ്ങനെ ഇതാണ് മഖബറ. ഈ കാണുന്നതാണ് മഖബറ. നല്ല ആൾക്കാരിന്ന് ദുആയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഇന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓതലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിതിന് മുമ്പ് 1-2 ദിവസങ്ങൾ ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം വന്ന് സിയാറത്തും ചെയ്ത് ഇതുപോലെ ജുമാ നമസ്കരിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ജുമാ നമസ്കരിക്കാനായിട്ട് വന്നതാണ്. പിന്നെ അതുപോലെ ഒരു സിയാറത്തും ചെയ്യുക, ഇതൊന്ന് വീഡിയോ ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ആണ് ഇതിപ്പം എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഈ വാളിയക്കോടാണ്. ജുമായ്ക്ക് വന്ന ഞങ്ങളുടെ ചെരുപ്പുകളാണ് കിടക്കുന്നത്. പിന്നെ ഈ കാണുന്നതെല്ലാം ഈ പള്ളിയുടെ ഗേറ്റും കാര്യങ്ങളും കവാടത്തിലേക്ക് കയറി പോകുന്ന ഇതുമാണ് കാണുന്നത്. ഇത് ഖബറാണ്. ഇതാണ് തങ്ങൾ കിടക്കുന്നത്. ഈ കാണുന്നത് മഖബറയാണ്. ഈ തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ചുറ്റിലും നിന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. യാസീൻ ഓതാം, അതുപോലെ മറ്റുള്ള ഫാത്തിഹ, ദുആ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചെയ്യാം. തങ്ങളാണ്. പിന്നെ നമസ്കാര സമയമായിട്ട് എല്ലാവരും നമസ്കരിക്കാനായിട്ട് ജുമയാണല്ലോ, അങ്ങനെ പള്ളിയിലേക്ക് പോകണം. ഇതിപ്പോൾ ദറസാണ്. ദറസും അവരെ കമ്മിറ്റി കൂടുന്ന സ്ഥലങ്ങളാണ്. ദറസ് കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്ന സ്ഥലമാണ് ഇപ്പുറത്ത് കാണുന്നത്. ആൾക്കാർ പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ഈ ഖബറിൽ ദുആയും മറ്റു കാര്യങ്ങളും കാണുള്ളൂ. അതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാണ്. കയറിപ്പോകുന്ന ഇപ്പുറത്തെ സൈഡാണ്. ഇപ്പുറത്തെ വഴി കൂടി പോകാം, അതിലെയും ജനങ്ങൾക്ക് ഇറങ്ങി വരാം. ഇതെല്ലാം ദറസും അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത്. ഇതൊരു ആംബുലൻസാണ് ഈ കാണുന്നത്. അതൊരു മയ്യത്തും കൊണ്ടുവന്നതാണ്. ഇന്നൊരു മയ്യത്തുണ്ടായിരുന്നു. അപ്പോൾ നല്ല ദിവസമാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവർക്ക് സ്വർഗം അല്ലാഹു നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവർ സ്വർഗ്ഗവാസിയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഖബറാണ്. അപ്പോൾ അത് വണ്ടി അങ്ങോട്ട് കയറ്റാൻ വേണ്ടി, അങ്ങോട്ട് മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിരിക്കുന്നതാണ് ഈ ആംബുലൻസ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇല്ല, ആംബുലൻസ് ഇനിയിപ്പം വണ്ടികളൊക്കെ മാറ്റി വെച്ച് കൊടുക്കുന്നത് ഇല്ല. ഇത് നമ്മളെ മഖബറയിലേക്ക് കയറി പോകുന്ന വഴിയാണ്. മഖബറയിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പിന്നെ മഖബറയിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പിന്നെ ഈ മഖബറയിൽ തന്നെ അത് കൊലകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ആരെങ്കിലും നേർച്ച ചെയ്യുന്നതാണ് അതൊക്കെ. അതവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ട് അത് ഓരോരുത്തരായി ഇവിടെ വരുന്നവർ സിയാറത്ത് ചെയ്യാൻ വരുന്നവരൊക്കെ ഒരുങ്ങി കഴിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് അങ്ങനെയൊക്കെ നേർന്നൊക്കെ ചെയ്യാം. ഇത് തങ്ങൾ കിടക്കുന്നത്. ഇത് തിരി കത്തിക്കുന്ന സ്ഥലം. ഇതൊക്കെ തിരികെ അവിടെ കത്തിച്ച് വയ്ക്കാം. അവിടെ നിന്നുകൊണ്ട് യാസീനൊക്കെ പോകുന്നുണ്ട്. അതായത് അതിൻ്റെ മുകൾ ഭാഗങ്ങളാണ്. നല്ല അന്തരീക്ഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്.